ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ തുടക്കമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചു. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല ഞാൻ ഇന്നലെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കിഴങ്ങ്, പച്ചമുളക്, സവാള, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ അരച്ച് വെച്ച അപ്പത്തിനുള്ള മാവാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അപ്പിയാണെങ്കിൽ വന്നിട്ട് പറഞ്ഞ് ഞാൻ തിരുമ്മി തരാമെന്ന്. അങ്ങനെ അപ്പിയുടെ കയ്യിൽ ഞാൻ തേങ്ങ കൊടുത്തിട്ട് നേരെ അരി ഇടാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 തലത്തിലാണ് കേട്ടോ അരി ഇടുന്നത്. ഒന്ന് ചുമലച്ചോറും ഒന്ന് വെള്ളച്ചോറും. ചുമലച്ചോറ് എനിക്കും അമ്മയ്ക്കും ചേട്ടനുമാണ് കേട്ടോ. വെള്ളച്ചോറ് അനിയത്തിക്കും അനിയനും അപ്പിക്കുമാണ് കേട്ടോ. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ 2 തലത്തിൽ അരി ഇടുന്നത്. അപ്പം പിന്നീട് ഞാൻ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, പെരുംജീരകം, പിന്നെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ കടല വേവിച്ചത് ഞാൻ കുറച്ചെടുത്ത് ഒരു ജാറിലേക്ക് മാറ്റി അതും നന്നായിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ അരച്ച അരപ്പും പിന്നെ അതുപോലെ കടല അരച്ചതും കൂടെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സൂപ്പർ കടലക്കറി ആയിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കടലക്കറി. നല്ല സൂപ്പർ കടലക്കറി ആയിരുന്നു. അതേപോലെ അപ്പവും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ രുദ്രുട്ടനായിരുന്നു കേട്ടോ അപ്പം കഴിച്ചത്. അപ്പോൾ അവനും നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുറ്റം അടിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.